നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ, പുറത്തോട്ട് തള്ളപ്പെടേണ്ട ഒരു ആവശ്യമില്ലാത്ത ശരീരത്തിലുള്ള ഒരു സംഭവമാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. പക്ഷെ ക്രിയാറ്റിൻ യൂറിനിലൂടെ പോവാതെ അത് നമ്മുടെ ബോഡിയിൽ തന്നെ കെട്ടിക്കിടന്നാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുമേയൊക്കെ നീരുണ്ടാവും, വളരെ സ്വെല്ലിംഗ് ആയിട്ട് ബോഡി ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ക്രിയാറ്റിൻ ഒരു 1.5 താഴെയാണെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ക്രിയാറ്റിൻ 1.5 മേലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ചെറുതായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, കിഡ്നിക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാധാരണ ക്രിയാറ്റിൻ 1 തന്നെ ഡോക്ടേഴ്സ് ഈ വേദന സംഹാരികളൊക്കെ അങ്ങ് കുറയ്ക്കും. വേദന സംഹാരികൾ അധികം കഴിക്കേണ്ടെന്ന് പറയും. അതിനാണ് ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് സാധാരണ ഡോക്ടേഴ്സൊക്കെ ക്രിയാറ്റിൻ ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ബോഡിക്ക് ആപ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഡോക്ടേഴ്സ് പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ക്രിയാറ്റിൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് എപ്പോഴാണ് അസുഖം വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടാബ്ലറ്റ്സ് പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു വേദന, തലവേദന, പനിക്കൊക്കെ നമ്മൾ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യതകളും കൂടുതലാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ കൊണ്ടും കൂടാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ലൈഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ ഒരു 1 ഇയർ കൂടുമ്പോഴെങ്കിലും ക്രിയാറ്റിൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബോഡിയിൽ സ്വെല്ലിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ക്രിയാറ്റിൻ ഒന്ന് നോക്കണം. ഇപ്പോൾ കാലുമേ നീര് ഒക്കെ വരുന്നവരാണെങ്കിലും, നമ്മുടെ ബോഡി എപ്പോഴും ഒരു നീർക്കൊട്ടുള്ള ശരീരപ്രകൃതമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നീരുകൾ ശരീരത്തിൽ വരികയാണ് എന്നിരുന്നാലും നിങ്ങൾ ക്രിയാറ്റിൻ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നോർമലാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ക്രിയാറ്റിൻ 1.5 കൂടുതലാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായം തേടുക. അതായത് ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക് ഉള്ള ആഹാരക്രമത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ക്രിയാറ്റിൻ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിയാറ്റിൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രോട്ടീൻ്റെ മെറ്റബോളിസത്തിലുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക് പ്രോട്ടീൻ കുറവ് മതി. പ്രോട്ടീൻ കുറവുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മീനിൽ പ്രോട്ടീൻ ഉണ്ട്, മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്രിയാറ്റിൻ നോക്കിയിട്ട് ഒരുപാട് ഹൈ ലെവൽ ക്രിയാറ്റിൻ, ഏകദേശം ഒരു 5-6 ക്രിയാറ്റിൻ ആണെങ്കിൽ ഇതൊക്കെ ഏകദേശം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറഞ്ഞ അളവിൽ ക്രിയാറ്റിൻ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ മതി. പയറുവർഗ്ഗങ്ങൾ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മീനോ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നതും ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആക്കി ചുരുക്കുക. എല്ലാ ദിവസവും ചില വീടുകളിൽ മീൻകറിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു ഹാബിറ്റിലോട്ട് പോവാതെ ഇരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രോട്ടീൻ കുറവ് മതി ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കുറവടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാം. പ്രോട്ടീൻ കൂടുതലുള്ള ആഹാര സാധനങ്ങൾ വീക്കിലി 1 അല്ലെങ്കിൽ 2 ഒക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്യുക. രണ്ടാമത്തേത് പൊട്ടാസ്യം നോക്കുക. ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക് പൊട്ടാസ്യം കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. ചിലപ്പം ചിലർക്ക് നോർമൽ പൊട്ടാസ്യം ആയിരിക്കും, എന്നാൽ പോലും നമ്മൾ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ള ആഹാര സാധനം ക്രിയാറ്റിൻ കൂടുതലുള്ളവർക്ക് പറയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം എപ്പോഴേ ഇവർക്ക് കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ഒരുപാട് ഹൈ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇലവർഗ്ഗങ്ങളിൽ നന്നായിട്ട് പൊട്ടാസ്യം ഉണ്ട്. കരിക്കും വെള്ളം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. അതുപോലെ ഫ്രൂട്ട്സിന് നല്ല പൊട്ടാസ്യം ഉണ്ട്. പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് കിഡ്നി ഫ്രണ്ട്ലി ഫ്രൂട്ട്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള 3 ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ: ആപ്പിൾ, പേരയ്ക്ക, പപ്പായ. ഈ 3 ഫ്രൂട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്, വലിയ പ്രോബ്ലം ഇല്ല. ബാക്കി ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ഹൈ പൊട്ടാസ്യം, അതായത് ഓറഞ്ച്, മുസമ്പി, ചെറുനാരങ്ങ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഞാൻ പറഞ്ഞ 3 ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാവർക്കും അറിയാം വെജിറ്റബിൾസിലൊക്കെ പൊട്ടാസ്യം ഉണ്ടെന്നുള്ള കാര്യം അല്ലേ. അപ്പം അതുകൊണ്ട് പച്ചക്കറികൾ എന്ത് നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിലും, ഏത് രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കട്ട് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അധികം വെള്ളം ഒഴിക്കുക. അധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളയുക. നന്നായിട്ടെന്ന് പറഞ്ഞാൽ വേകുന്ന രീതിയിലല്ല തിളപ്പിക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഏത് രീതിയിൽ വേണമെങ്കിലും വീണ്ടും വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യുക. സോട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. കാരണം പൊട്ടാസ്യം കണ്ടന്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
പിന്നെ ചിലർ ചോദിക്കാറുണ്ട് നട്ട്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നുള്ളത്. നട്ട്സ് കുറഞ്ഞ അളവിൽ 2-3 ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. റെഗുലർ ആയിട്ടുള്ള ഹാബിറ്റ് ഒന്നും ആക്കണ്ട. നട്ട്സിലും പൊട്ടാസ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മില്ലറ്റ്സ് അധികം റീനൽ ഫെയിലിയർ ഉള്ളവർ യൂസ് ചെയ്യാത്ത കേട്ടോ നല്ലത്. വെള്ളത്തിന്റെ അളവ് മെയിൻ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സ് ചിലർക്ക് പറയാറുണ്ട് 800 ml കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിറ്റർ കുടിച്ചാൽ മതി എന്നുള്ളത്. കാരണം അവരുടെ ഔട്ട്പുട്ട് നോക്കിയിട്ടാണ് വെള്ളത്തിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രത്തിൽ കൂടെയൊക്കെ പോകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് എഴുതി വെക്കാൻ പറയും ഡോക്ടേഴ്സ്. പിന്നെ അതുപോലെ കുടിക്കുന്ന വെള്ളം എഴുതി വെക്കാൻ പറയും. ഇത് രണ്ടിൻ്റെയും ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടാണ് മെയിൻ ആയിട്ട് വെള്ളത്തിന്റെ അളവ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമുള്ള വെള്ളം മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പല പേഷ്യൻസും വെള്ളം കൂടുതലായിട്ട് കുടിക്കുക. ഒരു ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചു പോകും. അപ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് കാലുമേ നീര് കൂടും, അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ശ്വാസം മുട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ നമുക്കറിയാൻ പറ്റും. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് റീനൽ പേഷ്യൻസ് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് വെള്ളം കൂടുതൽ കുടിച്ചോ. സത്യമായിരിക്കും, വെള്ളം കൂടുതൽ കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രബിൾ അവർക്ക് വരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. വെള്ളം ഒറ്റയടിക്ക് കൂടുതൽ കുടിക്കാതെ സിപ്പായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വെള്ളം മാത്രമല്ല, കോഫി, ചായ, നിങ്ങൾ എന്തൊക്കെ ഡ്രിങ്ക്സ് കുടിക്കുന്നു അതൊക്കെ ഈ ml തന്നെ പെടും കേട്ടോ. ഡോക്ടേഴ്സ് ഇപ്പോൾ 800 ml പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വെള്ളങ്ങളും നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ വെള്ളമാണെന്ന് വെച്ചാൽ ആ വെള്ളങ്ങളൊക്കെ ഇതിൽ പെടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില റീനൽ പേഷ്യൻസിന് ഒരു ഹാബിറ്റ് ഉണ്ട് കേട്ടോ. ഈ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അവർ പൈപ്പ് തുറന്ന് വെച്ച് വെള്ളം കുടിക്കും, കാരണം ആരും കാണാതിരിക്കാൻ. ഈ വെള്ളമൊന്നും ഈ കാൽക്കുലേഷൻസിൽ വരില്ല. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന്. ചിലരേ പറയുള്ളൂ, ചിലർ പറയത്തുമില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഇങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും അവർ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വേദന സംഹാരികളൊക്കെ റീനൽ രോഗികൾ ഒഴിവാക്കേണ്ടതാണ്. ചിലരുണ്ട് എന്തെങ്കിലും ചെറുതായിട്ടൊരു പെയിൻ വരുമ്പോഴത്തേനും പാരസെറ്റാമോളോ അങ്ങനത്തെ എന്തെങ്കിലും ടാബ്ലറ്റ്സ്, പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മാക്സിമം കുറച്ചൊക്കെ നമ്മളൊന്ന് സഹിക്കാനായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്രം ആരാണെങ്കിലും കേട്ടോ, ഈ ക്രിയാറ്റിൻ കൂടിയവരല്ല, അല്ലാത്തവരാണെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പാല് യൂസ് ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. പാല് പാടം മാറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ് യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ ഈ വെള്ളത്തിൽ തന്നെ വിടും കേട്ടോ. പാലും പാനീയമാണല്ലോ, അപ്പോൾ അതൊക്കെ ഈ വെള്ളത്തിൽ തന്നെ വിടും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ബാക്കിയുള്ള വെള്ളങ്ങൾ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ പാല് ഉപയോഗിക്കരുത്. പാല് ഉപയോഗിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള വെള്ളങ്ങൾ കുറയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഏകദേശം ഒരു ചെറിയ രൂപം ഞാൻ പറഞ്ഞു തരാം. പ്രോട്ടീൻ കുറവുള്ള ആഹാരമാണ് റീനൽ പേഷ്യൻസിന് വേണ്ടത്. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ എന്ത് വെക്കുവാണെങ്കിലും തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പാകം ചെയ്ത് കഴിക്കുന്നതാണ് ബെറ്റർ. ഇലക്കറികളുടെ ഉപയോഗം പരമാവധി, അതായത് പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ, ചീര, മുരിങ്ങയില, സ്പിനാച്ച് തുടങ്ങിയവയൊക്കെ ഒഴിവാക്കുക. മില്ലറ്റ്സ്, റാഗി തുടങ്ങിയ മില്ലറ്റ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുക. ഓട്സ് ഉപയോഗിക്കാം കേട്ടോ. ഇവർക്ക് ഓട്സ് ഉപയോഗിക്കാം, ചപ്പാത്തി ഉപയോഗിക്കാം, ചോറ് ഉപയോഗിക്കാം. പിന്നെ ചപ്പാത്തി ഡിന്നറിന് ഉപയോഗിക്കുന്നത് ഞാൻ അത്ര പ്രിഫർ ചെയ്യാറില്ല. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ പോലും രാത്രിയിൽ ചോറ് കഴിക്കാനാണ് പറയുന്നത്. കാരണം ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്ത ദാഹമായിരിക്കും. അപ്പോൾ രാത്രി ഒരു മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ ഇവർ എഴുന്നേറ്റിട്ട് വീണ്ടും വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് റീനൽ പേഷ്യൻസ്, ക്രിയാറ്റിൻ കൂടുതലുള്ളവർ പരമാവധി രാത്രി ചോറ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഓട്സ് യൂസ് ചെയ്യാം. ഓട്സും അങ്ങനെ ദാഹം കൂട്ടത്തില്ല. ആഴ്ച 2 ദിവസം മാത്രമേ ഈ പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങൾ അലൗഡ് ഉള്ളൂ കേട്ടോ. അത് മീനാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും ഒക്കെ ആഴ്ച 2 ദിവസം മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ ചോറിൽ വേവിക്കുമ്പോൾ ചിലർ ഉപ്പിടാറുണ്ട്. ആ ഹാബിറ്റ് മാറ്റുക. കറികളിലാണെങ്കിൽ അത്യാവശ്യം കുറവ് ഉപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വല്ലാത്ത ഉപ്പായിരിക്കും കറികളിലൊക്കെ. അങ്ങനെയുള്ള ഒരു രീതി ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ. ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക് ഇതിലൊക്കെ സോഡിയം കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ പാൽപ്പൊടി, ടിന്നി കിട്ടുന്ന ആഹാര സാധനങ്ങൾ ഇതിലൊക്കെ സോഡിയം കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാം. വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആഹാരം തന്നെയാണ് എപ്പോഴും റീനൽ പേഷ്യൻസിന് നല്ലത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.